Simplify your circle of friends. Keep those who add value to your life. Remove those who don't. Less is always more when your less means more. So there is no point in keeping so many friends. Okay, I'm one among those people who says, okay, he's my friend, she's my friend. അങ്ങനെ പറയുന്ന ഒരാളാണ്. പക്ഷേ one day my colleague told me, എല്ലാ കാണുന്ന ആൾക്കാരെയും ഫ്രണ്ട്സ് ആക്കാതെ ട്രൈ ടു ഡിഫറൻഷിയേറ്റ്. ഓക്കെ, കൊളീഗ് ആണെങ്കിൽ കൊളീഗ് ആക്ക്, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ആൻ അക്വൈൻറ്റൻസ്, അല്ലെങ്കിൽ നെയ്ബർ. ട്രൈ ടു സേ ലൈക്ക് ദാറ്റ്. അല്ലാതെ എല്ലാവരും ഫ്രണ്ടാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഫ്രണ്ട്ഷിപ്പ്. ചില റിലേഷൻഷിപ്സ് ഫ്രണ്ട്ഷിപ്പ് അല്ല ആക്ച്വലി. ദാറ്റ് ഈസ് ജസ്റ്റ് കൊളീഗ് റിലേഷൻ, അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റ് റിലേഷൻ, അത്രയൊക്കെ ഉള്ളൂ. അപ്പം കാണേണ്ട ആളുകളെ കാണേണ്ട പോലെ കാണണം. നമ്മൾ എല്ലാ കാര്യവും എല്ലാവരോടും പറഞ്ഞ്, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി, അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ നമ്മളുടെ സർക്കിൾ ഭയങ്കര ചെറുതായിട്ട് വെക്കാൻ നോക്കുക. സോ ദാറ്റ് നമ്മൾ ഹേർട്ടാവുന്നതും അത്രയും ലെസ്സായിരിക്കും. ദി മോർ ദി മെറിയർ എന്നൊക്കെ നമ്മൾ പറയും ഒരു ഗുമ്മിന്. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ നിന്നാൽ എല്ലാവരുടെ അടുത്തും നമ്മൾ ആൻസറബിൾ ആണ്. അവർ ഒരു സപ്പോസ് ഒരു റിലേഷൻ്റെ കേസ് ആണെങ്കിൽ ഓർത്തോ, നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ഡേറ്റ് അറിയണം. എല്ലാവരും ചോദിക്കും ഇതിന് ശേഷം എന്തായി, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആയി കാണും. പക്ഷേ വി ആർ ആൻസറബിൾ ടു ദോസ് പീപ്പിൾ ബിക്കോസ് വി സ്റ്റാർട്ടഡ് ഇറ്റ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഒരു ക്ലോസ് സർക്കിൾ ആക്കുക, സോ ദാറ്റ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വെരി effectively, very healthily to those people who are very close to you.